ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തി കൂട് സ്ഥാപിച്ചിടത്ത് നിന്ന് 300 മീറ്റർ അകലെയാണ് കടുവയെ കണ്ടത്. കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. പ്രിൻസ് ജെയിംസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഈ കടുവയെ കണ്ടതോടുകൂടി നാട്ടുകാരൊക്കെ വലിയ ഭയത്തിലായിരുന്നു. ഇപ്പോൾ എന്തായാലും കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് കൂടി വനംവകുപ്പ് അറിയിക്കുകയാണ്. ഇനിയുള്ള നീക്കങ്ങൾ എന്താണ്? ഏതാനും ആഴ്ചകളായി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പലയിടത്തും കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിയിൽ ഒരേ ദിവസം തന്നെ 2 തവണ കടുവയെ കാണുന്ന സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും ഗ്രാമ്പിയിലെ LP സ്കൂളിന് സമീപത്തെ തേയിലത്തോട്ടത്തിൽ കടുവ എത്തുകയും ഈ പ്രദേശത്ത് മേയാൻ വിളിക്കുന്ന 2 പശുക്കളെ ആക്രമിക്കുകയും ഒക്കെ ഒരു വളർത്തനായി ആക്രമിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. തുടർന്ന് വനംവകുപ്പും ഈ കടുവയെ കാണുകയും ചെയ്തു. തുടർന്നാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ നിർദ്ദേശപ്രകാരം കടുവയെ പിടികൂടുന്നതിനായി കൂടു സ്ഥാപിക്കുകയും ഇരയെ സ്ഥാപിക്കുകയും ചെയ്തത്. എന്നാൽ തൊട്ടടുത്ത ദിവസം കടുവ ഈ മേഖലയിലേക്ക് എത്തിയില്ല. തുടർന്ന് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി രാത്രികാലത്ത് പോലും നിരീക്ഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ കടുവ പരിക്കേറ്റിരുന്നു എന്നുള്ള സംശയം വനംവകുപ്പ് മുൻപേ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് രാത്രിയോടെ കടുവയെ കണ്ടെത്തിയിരിക്കുകയാണ്. കൂട് സ്ഥാപിച്ച പ്രദേശത്ത് ഏകദേശം 300 മീറ്റർ മാറി ഒരു കുട്ടിക്കാലം നിറഞ്ഞ പ്രദേശത്താണ് കടുവ ഇപ്പോഴുള്ളത്. കടുവയ്ക്ക് കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നിഗമനം. ഇതുകൊണ്ട് തന്നെ ഇത് കാര്യമായി നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ കുട്ടിക്കാലം തന്നെ നിൽക്കുകയാണ്. അപ്പം ഈ പ്രദേശത്തിന് വളരെ ചേർന്ന പ്രദേശമായതുകൊണ്ട് ഈ കൂടിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇരയെ എടുക്കുന്നതിനായി കടുവ ഈ കൂടിലേക്ക് തന്നെ എത്തുമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്. എന്തായാലും വനംവകുപ്പ് രാത്രി നിരീക്ഷണം തുടരുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നാട്ടുകാർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ചും വളർത്തുമൃഗങ്ങളെയൊക്കെ അഴിച്ചുവിട്ട് ഇരുന്നൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ തീർച്ചയായും ഇരയെ എടുക്കുന്നതിനായി ഈ കൂടിന് സമീപത്തേക്ക് എത്തുമെന്നും കുടുങ്ങുമെന്നുമാണ് വനംവകുപ്പ് കരുതുന്നത്. എന്തായാലും രാത്രിയിൽ അടക്കം നിരീക്ഷണം തുടരുകയാണ് വനംവകുപ്പും. ഈ വനംവകുപ്പ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർ ഉൾക്കൊള്ളുന്നുണ്ടോ? നാട്ടുകാർ വലിയ ഭയത്തിലൊക്കെ ആയിരുന്നല്ലോ. ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? നാട്ടുകാരിൽ നിന്ന് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉയരുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ വനംവകുപ്പിന്റെ ഒരു പ്രതീക്ഷ കടുവ ഈ കൂട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ്. കാരണം കടുവയ്ക്ക് അധികം ദൂരേക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും കാലിന് ഗുരുതരമായ ഒരു പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇരയെ തേടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതും. ഒപ്പം ഈ കൂടിന് സമീപത്തായിട്ട് ഏകദേശം 300 മീറ്ററോളം മാറി നിലയുറപ്പിച്ചിരിക്കുന്നതും ആ ഒരു സാഹചര്യത്തിലാണ്. ഒപ്പം മറ്റ് വളർത്തുമൃഗങ്ങളെയൊക്കെ പുറത്തേക്ക് ഇറക്കുന്ന നിർദ്ദേശം നൽകിക്കുന്നതുകൊണ്ട് തന്നെ കടുവ ഇരയെ തേടി ഈ കൂട്ടിലേക്ക് എത്തും എന്നാണ് വനംവകുപ്പ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെടിവെച്ച് പിടിക്കേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ചും ഈ കൂട്ടിലേക്ക് രാത്രിയിലേക്ക് എത്തും എന്ന് കരുതുന്നു. അപ്പം ഈ ആവശ്യമെങ്കിൽ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായി വെറ്റിനറി സംഘവുമുണ്ട്. ഗുരുതരമായ പരിക്ക് അല്ല എങ്കിൽ ചികിത്സയ്ക്ക് ശേഷം വനമേഖലയ്ക്ക് ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു സാഹചര്യമായിരിക്കും. അല്ലെങ്കിൽ മറ്റ് മേഖലയിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. എന്തായാലും ഈ വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, ഗ്രാമ്പി മേഖലകളിലായി ഏതാനും നാളുകളായി ഈ കടുവയുടെ സാന്നിധ്യമുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം മേഖലയിൽ വേണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കടുവ നിരീക്ഷണത്തിലായത് ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അവശ നിലയിലായതുകൊണ്ട് തന്നെ ഉടൻ കൂട്ടിൽ കടക്കും എന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്.